ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബട്ടർ മുറുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. നമുക്ക് പത്തരി പൊടിയിലും ഉണ്ടാക്കാം. പിന്നെ അരിപ്പൊടി പച്ചരിയോ പുഴുങ്ങലരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ നല്ല ഫൈൻ പൊടിയായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ കടലമാവാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ടേബിൾ സ്പൂണ് നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ സ്പൂണാണ്. അതിൽ നിറച്ചും വേണം എടുക്കാനായിട്ട്. പിന്നെ അതേ അളവിൽ തന്നെ 4 ടേബിൾ സ്പൂൺ പൊട്ടുകടലയുടെ പൊടിയാണ് വേണ്ടത്. പൊട്ടുകടല നല്ലതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നല്ല പൊടിയായി കിട്ടും. അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത പൊടി വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതും 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല ഇതേപോലെ ആയിരിക്കും കാണാനായിട്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. അതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് നമുക്ക് വെളുത്ത എള്ളായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. ബട്ടർ നമുക്ക് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെക്കണം. അതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് തന്നെ ഉപയോഗിക്കരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ പെരുങ്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബട്ടർ നല്ലതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം. ബട്ടർ മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ ബട്ടർ എന്തായാലും നിർബന്ധമാണ്, അത് ഓപ്ഷണൽ ഒന്നുമല്ല. ബട്ടർ ചേർത്താലേ നമുക്ക് ശരിക്കും ആ മുറുക്കിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ, ബട്ടർ മുറുക്കിൻ്റെ ടേസ്റ്റ്. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുട്ടുപൊടിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാടൊന്നും ചേർക്കരുത്, വളരെ കുറച്ച് നമ്മൾ നോക്കി ചേർക്കുക. അതിന് ശേഷം ഇത് കുഴച്ചെടുക്കുക. ഇത് ഒരുപാട് അങ്ങ് കട്ടിയിലും നമ്മൾ കുഴക്കരുത്, അതേസമയം ഒരുപാട് ലൂസായും പോരുത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വെള്ളം ഒരുപാട് ചേർക്കരുത്, വളരെ കുറേശ്ശെ ചേർത്ത് കുഴച്ച് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മളിത് കൈവച്ച് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അകത്ത് നമ്മുടെ കൈ അടയാളം വരണം. ഇതാണ് ഇതിൻ്റെ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതേപോലെ ആയിരിക്കണം. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ സ്റ്റാറിൻ്റെ ഒരു അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് നമുക്ക് നാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ വറക്കാനുള്ള എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒരുപാട് അങ്ങ് ചൂടായി തിളച്ച് പോകരുത്, നല്ല ചൂടായിരിക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ എണ്ണ ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എണ്ണയുടെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടേ പാടെ തന്നെ മാവ് ഇതേപോലെ പൊങ്ങി വരണം. ഇതാണ് കറക്റ്റ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് മുറുക്കിതിലേക്ക് പിഴിഞ്ഞിടാം. അപ്പോൾ വളരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് ഇതേപോലെ ചുറ്റിച്ചെടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കി തീരുന്നതും വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഒട്ടും തന്നെ കൂട്ടിയോ ഫ്ലെയിം കൂട്ടുകയോ അതേപോലെ ഫ്ലെയിം കുറയ്ക്കുകയോ ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇതൊരു 2-3 മിനിറ്റ് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ നമ്മൾ ഈ മുറുക്ക് പിഴിഞ്ഞ ഉടനെ തന്നെ ഇട്ട് ഇളക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ പൊട്ടി വരും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അത് പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല, തനിയെ പൊട്ടിക്കോളും.
വലിയ പീസസ് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ സ്പൂൺ വെച്ച് ഒന്ന് പീസാക്കിയാലും മതി. ഈ മുറുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കളറ് മാറും, അതേപോലെ അകം വെന്തിട്ടും ഉണ്ടാവില്ല. ഈ മുറുക്കിൻ്റെ കളറെന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കണം. ഈ എണ്ണയിൽ ബബിൾസൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ ബബിൾസ് ഒന്നുമില്ല. നമ്മുടെ മുറുക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കണം എണ്ണ. അതിന് ശേഷം നമുക്ക് മുറുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ശരിക്കും മുറുക്ക് വെന്തിട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ മുറുക്കിൻ്റെ കളറും മാറില്ല. നല്ല വെളുത്തിരിക്കുന്ന മുറുക്കാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുറുക്കും നമുക്ക് വറുത്തെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും, കാരണം നമ്മൾ വളരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ മുറുക്ക് വേവാനും സമയം വേണം. ഇതേപോലെ എപ്പോഴും നോക്കുക, ഈ ബബിൾസൊക്കെ മാറിയതിന് ശേഷം മാത്രമേ മുറുക്ക് എടുക്കാവൂ. ഇപ്പോൾ നമ്മുടെ ബട്ടർ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ബട്ടർ മുറുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും മുറുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഇത് ഏകദേശം ഒരു 400 ഗ്രാം മുറുക്കുണ്ട്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതിന് ഭയങ്കര വിലയാണ്. വീട്ടിൽ തന്നെ നമുക്ക് ഈ മുറുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് ഇത്, അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. പിന്നെ ഇത് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവൂ, എന്നാലേ നല്ല ക്രിസ്പി ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. താങ്ക് യു.